നമ്മളിന്ന് പറയുന്നത് കേരളത്തിൽ AICTEയുടെ അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2025-26 വർഷത്തെ BHMTC അതായത് ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ഞാൻ വെബ്സൈറ്റ് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് 1300 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സിന് 650 രൂപയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഡേറ്റ് തന്നേക്കുന്നത് മെയ് 20 വരെ നമുക്ക് ഫീസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ചെല്ലാനുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഏതെങ്കിലും ബാങ്ക് വഴിയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അടക്കാം. ഫീസ് അടക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ ആണ് കേട്ടോ, വെബ്സൈറ്റ് വഴി. അപ്പോൾ കേരളീയൻ ആയിരിക്കണം, എന്നാലാണ് റിസർവേഷൻസ് ഒക്കെ കിട്ടുക. ലൈക്ക് OBC, SC ST, EWS, അതർ SCBCയിലുള്ള മറ്റു റിസർവേഷൻസ് എല്ലാം തന്നെ നമ്മൾക്ക് കേരളീയനാണ് എന്ന് തെളിയിക്കണം. അതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റിൽ കേരളത്തിൽ ജനിച്ച ഒരാൾക്ക് SSLC സർട്ടിഫിക്കറ്റ്, പ്ലേസ് ഓഫ് ബർത്ത് പറയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതും അല്ലെങ്കിൽ നേറ്റിവിറ്റി പ്രൂഫ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ആധാർ കാർഡ് നേറ്റിവിറ്റി പ്രൂഫായിട്ട് നമുക്ക് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ +2 പരീക്ഷ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള എക്സാം ജയിച്ചിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി അത് നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ കോളേജ് ഈ എക്സാം എഴുതാനായിട്ടൊരു ഇത്ര % ഓഫ് മാർക്ക് എന്ന് പറയുന്നില്ല. ഇനി ഏതെങ്കിലും കോളേജുകൾ ഇതിൽ ഉൾപ്പെടുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ആ കോളേജുകളുടെ വെബ്സൈറ്റിലൊന്ന് നോക്കുക, അവർ ഏതെങ്കിലും ഇത്ര ശതമാനം മാർക്ക്, ഇപ്പോൾ 40% 50% മാർക്ക് +2 വേണം എന്ന് പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സാധാരണഗതിയിൽ ഇതിന് ഒരു ഇത്ര % മാർക്ക് വേണമെന്ന് പറയുന്നില്ല, +2 പാസ്സായാൽ മതി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ LBS വഴി ആപ്ലിക്കേഷൻ കൊടുത്ത് അതിനുശേഷം എൻട്രൻസ് എക്സാം എഴുതി അതിനുശേഷം ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എക്സാമിൽ വരുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നുണ്ട്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ചെറിയ ഒരു പോർഷൻ ഉണ്ടാവും, ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അവെയർനെസ് എന്ന് പറഞ്ഞിട്ടും അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനേക്ക് ഇതാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നിങ്ങൾ അല്ലെങ്കിൽ ഇതിലെന്താണ് ഈ എക്സാമിന് ചോദിക്കാമെന്ന് ചോദിച്ചാൽ പറയുന്നത്. അപ്പോൾ 90 മിനിറ്റ് ഒരു നീളമുള്ള ഒരു പരീക്ഷയായിരിക്കും. ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു ടെസ്റ്റ് LBS ആണ് നടത്തുന്നത്. സോ കറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കുക, അതിനുശേഷം പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്ലൈ ചെയ്യണേ മുമ്പ് പ്രോസ്പെക്ടസ് ദയവായിട്ട് ഫുൾ വായിച്ച് നോക്കുക. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് LBSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അഡ്മിഷൻ ടു BHMCT ഡിഗ്രി കോഴ്സ് 2025 എന്ന് കാണാൻ പറ്റും. ഓക്കെ, വെബ്സൈറ്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മെയിൽ ID ഫോൺ നമ്പറും നിങ്ങളുടെ കൊടുക്കുക. ഒരു മെസ്സേജും SMS ഒക്കെ വന്നാൽ OTP ഒക്കെ വന്നാൽ അറിയണ ഒരു നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോൺ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ID അടങ്ങുന്ന ഒരു ലിങ്ക് വരും. സോ അതിലൂടെ നിങ്ങൾ ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രജിസ്ട്രേഷൻ ID-യും അതിനുപയോഗിച്ച മെയിൽ ID-യും പാസ്വേഡൊക്കെ സൂക്ഷിച്ച് വെക്കുക. പിന്നീട് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ലോഗിൻ ചെയ്യാനും ഓപ്ഷൻസ് കൊടുക്കാനും അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ നമുക്കത് ആവശ്യമുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അപേക്ഷ ഫീസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ചെല്ലാൻ വഴിയാണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അല്ല ഓൺലൈനായിട്ട് സാധാരണ നമ്മൾ ഓൺലൈൻ തന്നെ ആ അടച്ചു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ചെല്ലാൻ അടച്ചിട്ട് ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് കാര്യങ്ങൾ ശരിയാവുള്ളൂ. എന്നിട്ട് വീണ്ടും
ലോഗിൻ ചെയ്തിട്ട് ചെല്ലാൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അതിന് നിൽക്കണ്ട. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ആ രീതിയിൽ തന്നെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതാണ് നല്ലത്. ഓക്കെ. പിന്നെ നമ്മളുടെ അടുത്ത ഒരു രീതി ഇതെന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഫീസ് കൊടുക്കേണ്ടത്. അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഏജ് പ്രൂഫ് ചെയ്യണ സർട്ടിഫിക്കറ്റ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി പ്രൂഫിൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ ഏജ് പ്രൂഫ് ചെയ്യാനും നേറ്റിവിറ്റി പ്രൂഫിനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഞാൻ ഓൾറെഡി ആദ്യം തന്നെ SSLC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഉള്ള സ്ഥലത്തും SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾ പ്രൂഫായിട്ട് ഉപയോഗിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കരുത്. അത് തന്നെ വീണ്ടും ആ പ്ലേസിൽ PDF ആയിട്ട് കൊടുക്കണം. മനസ്സിലായി? ഒരു സർട്ടിഫിക്കറ്റ് ഒന്നിലധികം കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഞാനത് മുകളിൽ കൊടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. ആ പ്ലേസിൽ അത് കറക്റ്റായിട്ട് PDF ആയിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഓർക്കുക കേട്ടോ. ക്ലിയർ ആവണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നം വരും. പിന്നെ ഫൈനൽ സബ്മിഷനാണ്. അപ്പോൾ ഫൈനൽ സബ്മിഷൻ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫൈനൽ സേവ് ആൻഡ് സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അത് കൊടുക്കണം. അത് കൊടുത്താലാണ് ഓക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഫൈനൽ ചിലവരിങ്ങനെ പ്രിവ്യൂ നോക്കാൻ പുറകോട്ട് വന്നിട്ട് പിന്നെ ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ മറന്നു പോകും. സോ ഫൈനൽ സബ്മിഷൻ കൊടുത്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ റിസീവ് ആവില്ല. സോ നിങ്ങൾ സേവ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറെ ചേഞ്ചൊന്നും വരുത്താനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കാത്ത ആപ്ലിക്കേഷൻസ് പൂർണ്ണമല്ലാത്തതായിട്ട് പരിഗണിക്കുക. അങ്ങനെ കുറച്ച് പേർക്ക് പറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഫൈനൽ സബ്മിഷൻ കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് നിങ്ങൾ സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഫയൽ സബ്മിഷൻ കൊടുത്താലാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുകയും ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ. സോ അത് ചെയ്യുക കേട്ടോ. പിന്നീടാണ് നമ്മൾ എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് പിന്നീട് ഓപ്ഷൻസ് കൊടുക്കാനും നമുക്ക് ആവശ്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് കൊടുക്കാനും അതനുസരിച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ സാധിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോസ്പെക്ടസും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളുടെ പ്രോസ്പെക്ടസിൽ ഇവിടെ നമ്മൾക്ക് പേജ് നമ്പർ 26 ലിസ്റ്റ് ഓഫ് കോളേജ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കിയേക്കാം, ഏതൊക്കെ കോളേജുകളാണ് ഇതിൽ നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഇപ്പം അതിൻ്റെ കൂടെ പറയട്ടെ, നമുക്ക് എല്ലാ റിസർവേഷൻസും ഇതിൽ കിട്ടും കേട്ടോ. EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൊടുക്കുക. SCBC അതിൽ തന്നെ ഈഴവ, മുസ്ലിം, OBH, അതുപോലെ തന്നെ ലാറ്റിൻ, കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വരുന്നുണ്ട്. ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. വിശ്വകർമ്മ വരുന്നുണ്ട്. കുസവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് KN വരുന്നുണ്ട്. BX വരുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബി KU വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ SCBCയിൽ വരുന്നതാണ്. സോ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക. പിന്നെ SC ST റിസർവേഷൻസും കിട്ടും നിങ്ങൾക്ക്. അതല്ലാതെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഇതും കിട്ടും. ഇപ്പോൾ നിങ്ങൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ ഇപ്പോൾ മൈനോറിറ്റിയുടെ കോളേജസ് ഉണ്ട്. സോ നിങ്ങൾക്ക് OBC NCL കിട്ടിയില്ലെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസർവേഷൻ മൈനോറിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയോ കോളേജസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് മൈനോറിറ്റി റിസർവേഷനും കൂടി കിട്ടും കേട്ടോ. അതും കൂടി ഓർക്കുക. പിന്നെ നമുക്കപ്പോൾ ഇനി കോളേജുകളുടെ ആ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഏതൊക്കെ കോളേജാണ് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ PDF ഒക്കെ സ്കാൻ ചെയ്ത് കൊടുക്കുന്നത് റിസർവേഷൻ ആയിട്ട് PDF ഒക്കെ സ്കാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ PDF കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് റീഡ് ചെയ്യാൻ പറ്റില്ല. സോ അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ വാലിഡിറ്റി നോക്കുക. അതിന് 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷവും ഇൻകം സർട്ടിഫിക്കറ്റിന് അതുപോലെ തന്നെ 1 വർഷമാണ് വാലിഡിറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ലാസ്റ്റ് ഡേറ്റ് ഇതിൽ പറഞ്ഞിട്ടില്ലേ, അതുവരെയുള്ള വാലിഡിറ്റി എങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞു. എനിക്കൊന്ന് May 20 എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതുവരെയെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവണം കേട്ടോ. പിന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് കൂടുതൽ ഫീസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫുൾ ഫീസ് അടയ്ക്കേണ്ട വരില്ല. അഡ്മിഷൻ്റെ സമയത്ത് ചെല്ലുമ്പോഴായിരിക്കും ഫുൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരിക. സോ ഫീസ് സ്ട്രക്ചർ ഈ രീതിയിലാണ്. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പെർ ഇയർ നമുക്ക് 60,000 രൂപയും ക്യാഷ് ഡെപ്പോസിറ്റ് 10,000 രൂപയും
കൊടുക്കണം. കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് റീഫണ്ടബിൾ ആണ്, പിന്നീട് ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ കിട്ടും. പിന്നെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ 70,000 രൂപയും KMCT ആണെങ്കിൽ 70,000 രൂപ തന്നെയാണ് വരുന്നത്. വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് 75,000 രൂപ ആനുവൽ ഫീ വരുന്നു. പ്ലസ് 10K എല്ലാവർക്കും വരുന്നുണ്ട്. അതിൽ ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ കാറ്ററിംഗ് കോളേജ് മാത്രമാണ് 10,000 രൂപ ഈ ഒരു ഫണ്ട് വാങ്ങാത്തുള്ളൂ കേട്ടോ. റീഫണ്ടബിൾ ആയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങാത്തുള്ളൂ. അവിടെ ഫീസ് 60,000 ആണ്. ലൂർദ് മാത ഇൻസ്റ്റിറ്റ്യൂട്ടും ഫീസ് വരുന്നത് ആനുവലി 60,000 രൂപയാണ്. സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് 60,000 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്, കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയവും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഇടയ്ക്ക് നോക്കണം കേട്ടോ. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞാലും അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കളയരുത്. അഡ്മിറ്റ് കാർഡ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ നമ്മൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ആവശ്യമുള്ളതാണ്. സോ അതിൻ്റെ 2 കോപ്പിയൊക്കെ നിങ്ങൾ ഓൾറെഡി അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വരില്ല, എക്സാമിൻ്റെ ടൈം ആകുമ്പോഴാണ് വരുള്ളൂ. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡൊക്കെ എടുത്ത് വച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇത് കോളേജ് ലിസ്റ്റാണ്. കോളേജ് ലിസ്റ്റ് ഓൾറെഡി നമ്മളിപ്പോൾ നേരത്തെ ഫീസ് പറഞ്ഞപ്പോൾ കണ്ടു. 7 കോളേജുകളാണ് ഇതിൽ വരുന്നത്, ഈ ക്യാപ്പിൽ വരുന്നത്. സോ ഇതിൽ എത്ര ഇൻടേക്ക് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. 120 സീറ്റ് വരുന്നത്. ഇതിൽ പകുതി സീറ്റാണ് മെറിറ്റ് LBS എടുക്കുന്നത്, ബാക്കി മാനേജ്മെൻറ്റ് സീറ്റാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കോളേജ് വഴി കോൺടാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അവർ കോളേജായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതുമായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോളേജുകൾ തന്നെയാണ്. എല്ലായിടത്തും ഉള്ള പകുതി സീറ്റാണ് LBS വഴി മെറിറ്റ് ഫില്ല് ചെയ്യുന്നത്. സോ നിങ്ങൾ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ LBSൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതി ഈ പറയുന്ന പോലെ എഴുതാം കേട്ടോ. മാനേജ്മെൻറ്റ് സീറ്റിലേക്കും മേ ബി എൻട്രൻസ് എഴുതേണ്ടതായിട്ട് വരുമായിരിക്കും. റാങ്ക് അതെനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ അതത് കോളേജായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ബാക്കി ഈ പറയുന്ന പോലെ പകുതി ഇപ്പോൾ KMCTയുടെ ഒക്കെ ഫുൾ സീറ്റും ഇതിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. KMCTയുടെ ഫുൾ സീറ്റും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാത്തിൻ്റെയും പകുതി സീറ്റാണ് ഇത് നമ്മുടെ LBS വഴി മെറിറ്റ് സീറ്റ് പോകുന്നത്, ബാക്കി മാനേജ്മെൻറ്റ് സീറ്റാണ്. അതുപോലെ ഓരോ കോളേജസും ഏത് യൂണിവേഴ്സിറ്റി ആണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതുപോലെ തന്നെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടും KMCTയും വിശ്വജ്യോതിയും എല്ലാം തന്നെ KPJ അബ്ദുൽ കലാം ടെക്നിക്കൽ KTയുടെ അണ്ടറിലാണ് വരുന്നത്. അതേസമയം ലൂർദ് മാത ശ്രീനാരായണയൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടും യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ലിസ്റ്റഡ് അബവ് ആർ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്നുള്ളതാണ് കേട്ടോ. മേ ബി ഇതിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് കോളേജുകളൊന്നും തന്നെ വരുന്നുണ്ടാവില്ല. സോ അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോളേജ് ലിസ്റ്റിൽ ഒറ്റ ഗവൺമെൻറ് കോളേജുകളും നമ്മൾ കണ്ടില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് വഴി കിട്ടും. സോ വെബ്സൈറ്റും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് LBSൻ്റെ വെബ്സൈറ്റ്. നിങ്ങൾ LBSൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി. LBS എന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. ഓക്കെ, ഈ LBSൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ താഴെയായിട്ട് ഇവിടെ അഡ്മിഷൻ ടു BHMCT ഡിഗ്രി കോഴ്സസ് 2025 കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പേജ് കണ്ടോ, ഇതിൽ സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രോസ്പെക്ടസ്, ഇപ്പോൾ നമ്മൾ വായിച്ച പ്രോസ്പെക്ടസ് ഉണ്ട്, നോട്ടിഫിക്കേഷനുണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ആദ്യം കൊടുക്കുന്ന നിങ്ങളുടെ പേര്, മെയിൽ ID, പാസ്വേഡ് തിരുത്താൻ പറ്റില്ല. സോ നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റിൽ, ഡേറ്റ് ഓഫ് ബർത്തും സർട്ടിഫിക്കറ്റിലുള്ള പോലെ, നിങ്ങൾ പ്രൂഫ് ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. പിന്നെ മെയിൽ ID, മൊബൈൽ നമ്പറും അതും നിങ്ങളുടെ തന്നെ, നിങ്ങൾക്കൊരു മെയിലോ മെസ്സേജോ വന്നാൽ കിട്ടുന്ന ആ ഒരു കാര്യം തന്നെ കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഒരു ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വരും. സോ ആക്ടിവേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ, പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഫൈനൽ സബ്മിഷൻ മറന്നു പോകരുത് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.